കുട്ടികളിൽ നിരന്തരം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഹോസ്പിറ്റലുകളുടെ വരാന്തയിൽ ഏറ്റവും കൂടുതൽ കാത്തുകെട്ടി കിടക്കാറുള്ള രക്ഷിതാക്കൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. അവർ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ, അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ വീക്കാണെന്നുള്ളതാണ് ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നിരന്തരം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനെ തിരിച്ച് പ്രതിരോധിക്കാനുള്ള ശേഷി കുറവാണ്. കുഞ്ഞുങ്ങളത് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കും. എന്തെങ്കിലും ഒരു പ്രോബ്ലം അവരിലുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈവൻ തണുത്ത വെള്ളം കുടിക്കുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ എത്ര വെള്ളം എന്ന് കുടിച്ചു എന്നുള്ളതാണ്. പ്യുവറായിട്ടുള്ള വെള്ളം എത്ര കുടിച്ചു എന്നുള്ളത് എത്ര രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ വെള്ളം കുടിക്കുന്നത് അവരുടെ ചെറിയ പ്രായത്തിൽ അവർ നിരസിക്കാറുണ്ട്. വെള്ളം എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ അവർ നിരസിക്കാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ടേസ്റ്റാണ്. അപ്പം ടേസ്റ്റുള്ള ഭക്ഷണമാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിക്കും. ടേസ്റ്റുള്ള വെള്ളമാണ്, ജ്യൂസാണ് എങ്കിൽ അവർ പെട്ടെന്ന് കുടിക്കും. അപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന വെള്ളം ഏറ്റവും പ്യൂറായിട്ടുള്ളതാണെങ്കിൽ അവരത് കുടിച്ചോളും. അതല്ല ഇംപ്യൂരിറ്റീസ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യും. ഒരിക്കൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ കുഞ്ഞിന് വെള്ളം കൊടുക്കുമ്പോൾ അവന് നേരത്തെ ധാരണ അവനിലുണ്ടാവും, പിന്നെയും റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ശുദ്ധമായ വെള്ളം കൊടുക്കുമ്പോഴാണ്, ഏറ്റവും പ്യൂറായിട്ടുള്ള വെള്ളം അവൻ്റെ ശരീരത്തിലെത്തുമ്പോഴാണ് അവൻ ഏറ്റവും നല്ല ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പായിട്ട് വരുന്നത്. അപ്പോഴാണ് അവന് അസുഖങ്ങളോട് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോടുന്നതിന് മുൻപ് ഓരോ തവണയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര പ്യൂറായിട്ടുള്ള വെള്ളം ഞാൻ എൻ്റെ മകൾക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഓരോ രക്ഷിതാക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകണം.